എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 9-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിവിധ വെബ്സൈറ്റുകൾ വഴിയും അതുപോലെ വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 9-ാം തീയതിയോടെ നിങ്ങളുടെ SSLC പരീക്ഷാ ഫലം അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് നിങ്ങളുടെ SSLCയുടെ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. ഇത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഇത്ര വിദ്യാർത്ഥികൾ അതിൽ ജയിച്ചിട്ടുണ്ട്, ഇത്ര വിദ്യാർത്ഥികൾക്ക് A+ ഉണ്ട്, അതുപോലെ ഏറ്റവും കൂടുതൽ A+ ഉള്ള ജില്ല ഇതാണ്, അതുപോലെ സ്കൂൾ ഇതാണ്, അതുപോലെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി ജയിച്ചിട്ടുള്ള സ്കൂൾ ഇതാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ച സ്കൂൾ ഇതാണ് എന്നൊക്കെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസുകളും വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ഒരു ഏകദേശം സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് 2 മണി അല്ലെങ്കിൽ രാവിലെ 11 മണി ഈ ഒരു ടൈമിലൊക്കെയാണ് സാധാരണ SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിക്കാറുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു വാർത്താ സമ്മേളനം നടത്തി നിങ്ങളുടെ SSLC പരീക്ഷാ ഫലവും അതുപോലെ എത്ര വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, അതായത് വിജയ ശതമാനവും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാ ഫലം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 11 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ ഏകദേശം 12 മണിയാകുമ്പോഴേക്കുമാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. അതുപോലെ തന്നെ ആ ഒരു സമയത്തേക്ക് ഏകദേശം ഒരു 2, 3, 4 മണിക്കൂറേക്ക് വെബ്സൈറ്റുകളൊക്കെ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പല വിദ്യാർത്ഥികളും, അതായത് ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായിരിക്കും, അതുപോലെ അവരുടെ പാരൻസും ഒക്കെ ആയിരിക്കും ഈ ഒരു റിസൾട്ട് പരിശോധിക്കാനായിട്ട് ആ ഒരു സമയം വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് വെബ്സൈറ്റിലെ ട്രാഫിക് കാരണം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ട് എല്ലാവർക്കും കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു SSLC പരീക്ഷ ഇവിടെ റിസൾട്ട് ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ് അറിയാൻ സാധിക്കുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് SSLC പരീക്ഷാ ഫലം അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ parishabhavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അത് ഫലം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ സർക്കുലറിന് ശേഷം ഫലം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പരീക്ഷാ ഫലങ്ങൾ എന്നുള്ള ഒരു ഭാഗത്തേക്ക് പോകുന്നതാണ്. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ SSLC എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചതിൻ്റെ ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ SSLC മെയ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് കഴിഞ്ഞ വർഷത്തെ ലിങ്കാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. അതായത് ഇതുപോലെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉണ്ടാവുക. അതായത് നിങ്ങളുടെ SSLCയുടെ റോൾ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകാനുള്ള ഭാഗമുണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ അതായത് SSLCയുടെ രജിസ്റ്റർ നമ്പർ, റോൾ നമ്പറല്ല രജിസ്റ്റർ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഇത് SSLC സേ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഹെഡിങ് ആണ്. ജസ്റ്റ് അത് ചേഞ്ച് ചെയ്യും ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്തേക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മറ്റൊരു വെബ്സൈറ്റാണ് SSLCexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും പരീക്ഷയുടെ ആ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റൊക്കെ വളരെയധികം സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ SSLC കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ SSLC HI കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ THSLC കൊടുത്തിട്ടുണ്ട്, THSLC HI കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ AHSLC കൊടുത്തിട്ടുണ്ട്. ഇത്രയും SSLC വിഭാഗങ്ങളുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് SSLC ആണോ അതിൻ്റെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ട് ലിങ്ക് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞാനിപ്പോൾ SSLCയുടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് കാണാം SSLCexam.kerala.gov.in എന്നുള്ളത്. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ SSLC HIയുടേത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ലിങ്ക് ഇതേ രീതിയിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു SSLC ഏതാണ്, THSLC ആണോ അല്ലെങ്കിൽ സാധാ SSLC ആണോ അല്ലെങ്കിൽ SSLC HI ആണോ, ഇത് ഏതൊക്കെയാണെന്നുള്ളതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.
അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കിട്ടും. അത് കൃത്യമായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. കാരണം SSLC റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു ലിങ്ക്, അതായത് ഈ ഒരു മുകളിലുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിലേക്ക് നേരിട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് SSLC എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ്ഡ്, അതുപോലെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ചുവപ്പ് കളറിൽ നിങ്ങൾക്ക് ഒരു ക്ലിക്ക് ഹിയർ ഓപ്ഷൻ കാണാം. അതേ രീതിയിൽ തന്നെയാണ് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ കാണിച്ചു തന്നതുപോലെ, അതായത് ഈ ഒരു ലിങ്കാണ്, അതായത് ഇതേ ലിങ്ക് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും നൽകാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്ക് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാവും. അതായത് ഇതുപോലെയാണ് ഉണ്ടാവുക. SSLC പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ്, അതായത് ഈ ഒരു പേജ് ലോഡ് ചെയ്യുക. അതായത് ഈ ഒരു രീതിയിലാണ് SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ നൽകുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് അറിയാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെക്ക് ആൻഡ് ദ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് റിഫ്രഷ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് നൽകി വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ റിസൾട്ട് അറിയാം. റിസൾട്ട് അറിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ പ്രിൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു പ്രിൻറ്റ് ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് സഫലം 2025 എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണോ എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മറ്റൊരു വെബ്സൈറ്റാണ് കൈറ്റിൻ്റെ വെബ്സൈറ്റ്. kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് SSLCയുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് SSLC എക്സാം റിസൾട്ട്സ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ആ ഒരു SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് പോകാവുന്നതും അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആ ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ ആ ഒരു പേജിൽ തന്നെ സ്കൂൾ വൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ SSLC റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ SSLC പരീക്ഷയിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് D ഗ്രേഡോ E ഗ്രേഡോ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് SSLCയുടെ പരീക്ഷ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങളുടെ റിസൾട്ട് വന്നത്, അതായത് മെയ് 9-ാം തീയതി വന്ന ശേഷം ഏകദേശം ഒരു മെയ് 9-ന് വന്ന് ഏകദേശം ഒരു മെയ് 16-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്, അപ്പോൾ SSLCയുടെ പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ നിങ്ങളുടെ റിസൾട്ട് വന്ന് ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. ഒരു വിഷയത്തിന് 75 രൂപയാണ് ഫീസ് വരിക. സർട്ടിഫിക്കറ്റ് ഫീസ് 20 രൂപയാണോ 10 രൂപയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചെറിയൊരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തോറ്റ സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾ പരീക്ഷ എഴുതുക. അതിനുശേഷം അത് ജയിച്ച് പരീക്ഷ ജൂൺ മാസത്തിലാണ് ഉണ്ടാവുക, റിസൾട്ട് ജൂലൈയിലാണ് വരിക. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ SSLC പരീക്ഷയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. നിങ്ങൾക്ക് പരീക്ഷ, അതായത് തോറ്റ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.